പഞ്ചസാര നേരിട്ടോ ഇല്ലെങ്കിൽ പലവിധ ഭക്ഷണങ്ങൾ ചേർത്തോ ജ്യൂസുകൾ ചേർത്തോ ബേക്കറി സാധനങ്ങൾ ചേർത്തോ നമ്മുടെ ഉള്ളിലേക്ക് ദിവസവും ഒരുപാട് എത്തുന്നുണ്ട്. നമ്മൾ ബോധപൂർവം വേണ്ടാന്ന് വെച്ചിരുന്നാലും ചെറിയ അളവ് പോലും പഞ്ചസാര ഉള്ളിലേക്ക് എത്തും. ചെറിയ അളവ് നമ്മുടെ ശരീരത്തിൽ പ്രോബ്ലം ഇല്ല, പക്ഷേ ഉയർന്ന അളവിൽ പതിവായിട്ട് പഞ്ചസാര നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ പതിവായിട്ട് പഞ്ചസാര കൂടുതലെടുത്താൽ നമ്മുടെ സൗന്ദര്യത്തിന്, ചർമ്മത്തിന് എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടാക്കുമെന്ന് അറിയാവോ? പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ബൈൻഡിങ് കപ്പാസിറ്റി, സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി, ചെറുപ്പം നിലനിർത്തുന്ന ഇലാസ്റ്റിൻ, കൊളാജൻ പോലുള്ള പ്രോട്ടീനുകളെ ബൈൻഡിങ് കപ്പാസിറ്റിയിൽ ഈ പഞ്ചസാര വ്യത്യാസം വരുത്തും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? നമ്മുടെ സ്കിന്ന് ലൂസായി പോകും, നമ്മുടെ സ്കിന്ന് ചുളിവ് വരും, നമ്മുടെ മുഖത്തും ശരീരത്തിനുമെല്ലാം കൂടുതൽ ചുളിവുകൾ വരികയും സ്കിന്ന് തൂങ്ങിപ്പോകാൻ കാരണമാകുകയും ചെയ്യും. പലപ്പോഴും മുഖത്തെ ചർമ്മമെല്ലാം ലൂസായി പോകണമെങ്കിൽ ശ്രദ്ധിക്കുക, പഞ്ചസാര കൂടുതൽ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടുതലായിട്ട് മുഖക്കുരു വരുന്നുണ്ടോ? പഞ്ചസാരയുടെ ഉപയോഗം കൂടുതലാണ്. കൂടാതെ ഇത് നിങ്ങൾ പതിവായിട്ടും പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിന്റെ ഭംഗിയും തിളക്കവും കുറയുകയും മുഖം പൊതുവെ അല്പം ഇരുണ്ടിരിക്കുന്നതായിട്ട് കാണുകയും ചെയ്യും. അത്